സാർ, ഈ ഹിജാബ് ധരിച്ചില്ലെങ്കിൽ ഇറാനിൽ അവർക്ക് കുറച്ച് ചികിത്സ നൽകാനായിട്ട് തീരുമാനിച്ചു നിൽക്കുന്നു. എന്താണ് അതിൻ്റെ വാസ്തവം? ഹിജാബ് ധരിക്കാത്തത് പ്രാന്താണ് എന്ന് കരുതിയിട്ടാണ് ഈ വ്യാപകമായിട്ട് ക്ലിനിക്കുകൾ തുടങ്ങാൻ പോകും. അത് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഹിജാബ് ധരിക്കുക എന്നുള്ളത് അവിടെ നിർബന്ധമാണ്, മാൻഡേറ്ററി ആണ്. ശരീഅത്ത് നിയമമാണല്ലോ അവിടെ, മത നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. അതെ, അത് ചെയ്യണം. പൊതുസ്ഥലത്ത് സ്ത്രീകൾ തല മൂടി വേണം നടക്കാൻ എന്ന് നിയമമാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു യുവതിയുടെ വസ്ത്രമൊക്കെ ഹിജാബ് അവർ വേണ്ട വിധം ധരിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് വസ്ത്രങ്ങളൊക്കെ വലിച്ചു കയറിയത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി കീറി അടിവസ്ത്രമൊക്കെ ആയിട്ട് അവർ നിന്ന് അവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് എന്നാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാർഡിയനിൽ വന്നിരിക്കുന്ന വാർത്തയാണിത്. അപ്പോൾ ഈ ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെൻറ്റ് ക്ലിനിക് എന്നാണ് ഈ റിപ്പോർട്ടിൽ കാണുന്നത്. ഹിജാബ് മാറ്റി കളയുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യാനുള്ള ക്ലിനിക്ക് എന്നാണ് കാണുന്നത്. ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹെഡ് ഓഫ് വിമൻ ആൻഡ് ഫാമിലി ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് സ്ത്രീകളും കുടുംബവും, ആ വകുപ്പിൻ്റെ മന്ത്രി മെഹ്റി തലേബ് ദറേസ്താനി എന്ന് പറഞ്ഞ മന്ത്രി, സ്ത്രീകൾക്കും കുടുംബത്തിനും വേണ്ടിയുള്ള വകുപ്പിൻ്റെ മന്ത്രിയാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഇത് നടപ്പാക്കുന്നത്. അപ്പോൾ ടെഹ്റാൻ്റെ ആസ്ഥാനത്ത് വേറൊരു വകുപ്പുണ്ട്. ഇത് വേറെ താലിബാൻ്റെ അവിടെയൊക്കെ ഉണ്ട് ഇനി പറയാൻ പോകുന്ന വകുപ്പ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ ഓഫ് വെർച്യു ആൻഡ് പ്രിവെൻഷൻ ഓഫ് വൈസ്, നന്മ പ്രോത്സാഹിപ്പിക്കുകയും തിന്മയെ എതിർക്കുകയും ചെയ്യുന്ന വകുപ്പ്. അങ്ങനൊരു വകുപ്പ് ഉണ്ട്. ഇവരാണ് താലിബാൻ്റെ അവിടെയും ഈ ഹിജാബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, പ്രാർത്ഥനയുടെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം വന്നിരുന്ന അവിടെ ഉറക്കെ മറ്റ് സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല, ശബ്ദം ഖുർആൻ എന്നൊക്കെ പറയട്ടെ, അവിടെയും ഈ പറഞ്ഞ വകുപ്പുകാർ തന്നെയാണ് അത് ഇറക്കിയത്. നന്മ തിന്മയുടെ വകുപ്പ് അതുണ്ട് ഇസ്ലാമിൽ. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്നറിയോ, ഈ ചികിത്സയ്ക്ക് സയൻറ്റിഫിക് ആൻഡ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഹിജാബ് റിമൂവൽ. ഹിജാബ് മാറ്റിക്കളയുക എന്ന് പറഞ്ഞത് പ്രാന്താണല്ലോ, അങ്ങനെയാണ് ശരീഅത്ത് കാണുന്നത്. അപ്പോൾ അതിനുള്ള ശാസ്ത്രീയവും മാനസികവുമായ ചികിത്സ. ഇവർക്ക് മാനസികമായ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് അതുകൊണ്ടാണ് ഹിജാബ് മാറ്റിക്കളയുന്നത്. ഇപ്പോൾ കുറേ അങ്ങനെ വരുന്നുണ്ടല്ലോ, 2022 മുതലൊക്കെ പ്രക്ഷോഭമൊക്കെ ഉണ്ട്, മൂവ്മെൻ്റ് ഉണ്ട് അവിടെ, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ സ്ത്രീകളും കുറേ സ്ത്രീകളും മനുഷ്യാവകാശ പ്രവർത്തകരും ഇതിനെ എതിർത്ത് രംഗത്ത് വന്ന് കഴിഞ്ഞു. ഞങ്ങൾക്കൊന്നുമല്ല പ്രാന്ത്, ഖമനേയ്ക്കും അയാളുടെ സിൽബന്ദികൾക്കുമാണ് പ്രാന്ത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഹിജാബില്ലാതെ സഞ്ചരിക്കാനാണ് താല്പര്യം എന്നൊക്കെ സ്ത്രീകളും പറയുന്നുണ്ട്. അപ്പോൾ ഈ ലണ്ടനിലുള്ള ഇറാൻകാരനായ ഒരു പത്രപ്രവർത്തക സിമ സബേത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, തട്ടമിട്ടാത്തവരെ ചികിത്സിക്കുന്നു എന്ന് പറയുന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. ഭരണ പ്രത്യയശാസ്ത്രത്തെ അനുസരിച്ചില്ലെങ്കിൽ ആ അനുസരിക്കാത്തവരെ ഒറ്റപ്പെടുത്തും എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഈ സിമ സലേത്തിനെ കൊല്ലാനായിട്ട് മുമ്പ് പല ശ്രമങ്ങൾ ഇറാൻ നടത്തിയിട്ടുണ്ട്. കാരണം ഭരണകൂടത്തിനെതിരെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇഷ്ടപ്പെടില്ല. ഇറാൻകാരനായ മനുഷ്യാവകാശ അഭിഭാഷകൻ, ഇറാൻ്റെ അകത്ത് തന്നെയുള്ള അഭിഭാഷകൻ ഹുസൈൻ റേസി പറഞ്ഞു, ഇത് ഇസ്ലാമികമല്ല, ഇത് ഇറാൻ്റെ നിയമങ്ങൾ അനുസരിച്ചുള്ളതുമല്ല ഈ തീരുമാനം, ഹിജാബ് ഇടാത്തവരെ ചികിത്സിക്കുക എന്നുള്ളത്. ആ ചികിത്സ ഒരു ശിക്ഷയാണ്. ഈ വകുപ്പ് ഖമനേയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ഏത് ഈ നന്മ തിന്മ വകുപ്പ് ഖമനേയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഖമനേയി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെ, തുരങ്കത്തിലോ മറ്റോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിർദ്ദേശിച്ചതായിരിക്കും. അല്ലെങ്കിൽ വേറെ ആളുകൾ നിർദ്ദേശിക്കാനൊക്കെ ഉണ്ടല്ലോ, മകനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിർദ്ദേശിച്ചതുമായിരിക്കും. ഇറാനിൽ ഈ വിദ്യാർത്ഥിനിയുടെ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക്
ആസാദ് യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിലാണ് ഈ പ്രകടനം ഉണ്ടായത് വിദ്യാർത്ഥിനിയുടെ. അത് ബാസിച്ച് എന്ന് പറഞ്ഞ അർദ്ധ സൈനിക വിഭാഗം യൂണിവേഴ്സിറ്റിയിൽ കാവലൊക്കെ ഉള്ളത്, അവരാ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ട്, ഹറാസ് ചെയ്തതായിട്ടാണ് കാണുന്നത്. വസ്ത്രവും തട്ടവും വലിച്ചു കീറി ഈ ബാസിച്ച് പാരാമിലിറ്ററി സേന. ഇത് 2 കൊല്ലം മുമ്പ് മഹ്സ അമിനി ഈ ഹിജാബ് പ്രശ്നത്തിൽ തന്നെ 2022 സെപ്റ്റംബർ 16 അവരെ ഈ ഗൈഡൻസ് പട്രോൾ ഉണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ സദാചാര പോലീസ് എന്ന് പറയില്ല, അങ്ങനത്തെ സംഭവം, നമുക്ക് നിർദ്ദേശക തത്വങ്ങളൊക്കെ സമ്മാനിക്കുന്നവര്. അങ്ങനെ ഗൈഡൻസ് പട്രോൾ പിടിച്ചുകൊണ്ട് പോയിട്ടാണ് മഹ്സ അമിനിയെ 2 കൊല്ലം മുമ്പ് കസ്റ്റഡിയിൽ കൊന്നത് സെപ്റ്റംബറിൽ. അതിനെ തുടർന്ന് ആഗോളമായി തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ, ഇറാൻ്റെ അകത്ത് പ്രക്ഷോഭങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഈ മഹ്സ അമിനിക്ക് മുമ്പ് തന്നെ അവിടെ ഈ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇറാനിൽ നടക്കുന്നുണ്ട്. അത് ഗേൾസ് ഓഫ് എൻഗലാബ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തന്നെ തുടങ്ങി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എൻഗലാബ് തെരുവ് സ്ട്രീറ്റ് റോഡ്, ആ റോഡിൽ ഒരിക്കൽ വിധ മൊവാവാദ് എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ, അവരാണ് തുടങ്ങിയത്. അവരൊരു പെട്ടിയുടെ മറ്റേ എൻഗലാബ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻ സ്ട്രീറ്റ്, വിപ്ലവത്തിൻ്റെ തെരുവ് എന്നാണ് അർത്ഥം ആ തെരുവിന്. അപ്പോൾ ആ തെരുവിൽ ഒരു പെട്ടിയിൽ കയറിയിട്ട് ഈ മൊവാഹാദ് എന്ന് പറഞ്ഞ സ്ത്രീ തുടങ്ങിയതാണ് ഈ ഹിജാബിനെതിരായ പ്രക്ഷോഭം. അത് 2017 ഡിസംബർ 27-നായിരുന്നു. അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വെളുത്ത തട്ടം ഊരി, വെളുത്ത തട്ടം ഊരിയിട്ട് അതൊരു വടിയിൽ കെട്ടിയിട്ട് ഒരു കൊടിയായിട്ട് പ്രക്ഷോഭകർക്ക് നേരെ വീശുകയായിരുന്നു. തട്ടം ഒരു വിപ്ലവ ആയുധമാക്കി മാറ്റാം എന്ന് കണ്ടുപിടിച്ച സ്ത്രീയാണ് ഈ വിധ മൊവാഹദ് എന്ന് പറഞ്ഞത്. അവരുടെ ആ വെളുത്ത തട്ടം കൊണ്ടുള്ള കൊടിയാക്കി വീശിയ അന്ന് തുടങ്ങിയതാണ് ഈ ഹിജാബിനെതിരായ ഇറാനിലെ പ്രക്ഷോഭം. അപ്പോൾ അന്ന് ഈ അമേരിക്കൻ ഇറാൻ പത്രപ്രവർത്തക മാസി അലി നജാദ് ഇതിനൊക്കെ എതിരെ എഴുതുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടാണ് ഇവരിത് ചെയ്തതെന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു. അതിൽ വലിയ സത്യം ഒന്നുമില്ല. അവർ ഈ വെളുത്ത ബുധനാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനം ഇനീഷ്യേറ്റ് ചെയ്തിരുന്നു. ഇങ്ങനെ ഈ കൊടി പിന്നീട് എല്ലാവരും ബുധനാഴ്ചകളിൽ വീശുക പ്രക്ഷോഭമായിട്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ആ വിപ്ലവ തെരുവിൽ ഇത് ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ഹിജാബിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളും പെൺകുട്ടികളും ഗേൾസ് ഓഫ് എഗേബാൽ സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വിപ്ലവ തെരുവിലെ പെൺകുട്ടികൾ, അതൊരു പ്രസ്ഥാനത്തിൻ്റെ പേരായിട്ട് മാറിയിട്ടുണ്ട് അവിടെ. 2022 ഈ മഹ്സ കൊല്ലപ്പെട്ടപ്പോൾ ഈ പ്രക്ഷോഭം കുറേയും കൂടി ശക്തമായി. അതാണ് ഉണ്ടായത്. പ്രക്ഷോഭം നേരത്തെ ഉണ്ട്, ഈ മഹ്സ കൊല്ലപ്പെട്ടപ്പോൾ കുറച്ചുകൂടി ശക്തമായി. വികാരം ഖമനേയ്ക്കെതിരെയുള്ളത് ശക്തമായി. ഇവരുടെ സിമ്പല് ഈ ഗേൾസ് ഓഫ് എഗേബാൽ തെരുവ്, വിപ്ലവ തെരുവിലെ പെൺകുട്ടികളുടെ ആ പ്രസ്ഥാനത്തിൻ്റെ സിമ്പൽ ഒരു സേഫ്റ്റി പിന്നാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സേഫ്റ്റി കുത്തില്ലേ, അതാണ് സേഫ്റ്റി പിന്നാണ് സിമ്പല്. 1979 വിപ്ലവത്തിന് ശേഷം ഈ ശരീഅത്ത് നിയമമൊക്കെ നടപ്പാക്കിയല്ലോ. അതിൽ ഈ 5th ബുക്ക്, 5ാമത്തെ പുസ്തകം, ഇസ്ലാമിക് പീനൽ കോഡിൻ്റെ 5ാമത്തെ പുസ്തകത്തിൽ 638ാമത്തെ വകുപ്പ്, ആ 638ാമത്തെ വകുപ്പിലാണ് ഹിജാബ് ധരിച്ചില്ലെങ്കിലുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നത്. ഹിജാബ് ധരിച്ചിരിക്കണം, ധരിച്ചില്ലെങ്കിൽ 10 ദിവസം മുതൽ 2 മാസം വരെ ശിക്ഷ കൊടുക്കാം എന്ന് പീനൽ കോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക് പീനൽ കോഡിൽ തടവ് 50,000 മുതൽ 5 ലക്ഷം റിയാൽസ് വരെ പിഴയും ഈടാക്കാം എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഇസ്ലാമിക ഭരണകൂടം ഖൊമൈനി ഈ ഭരണകൂടമൊക്കെ വരുന്നതിന് മുമ്പ്
ഷായുടെ ഭരണകൂടത്തിൻ്റെ കാലത്ത് ഹിജാബ് നിർബന്ധമല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ 1979 ശേഷമാണ് ഈ മത നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ തിരക്കാനായിട്ട് ഈ മത പോലീസ് സ്ട്രീറ്റിലടക്കം ഇറങ്ങി വരും എന്നാണ് അർത്ഥം. ഗൈഡൻസ് പട്രോൾ ഉണ്ടല്ലോ, അത് മര്യാദക്കാണോ ധരിച്ചിരിക്കുന്നത്, ആളുകൾ ഷർട്ടിൻ്റെ ബട്ടൺസ് ഒക്കെ ശരിക്കാണോ ഇട്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ നോക്കി നടക്കുകയാണ് ഈ സദാചാര പോലീസ്, മത പോലീസ്. പക്ഷേ തുടർച്ചയായി ആ രാജ്യത്തിന് നേരെ ഇത്രയും പ്രശ്നമുണ്ടാകുകയും അവർക്ക് അതിജീവിക്കാൻ കഴിയാത്തൊരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. എന്നിട്ടും ഇത്തരത്തിലുള്ള മത നിയമങ്ങളിൽ അവർ വീണ്ടും അടിച്ചേൽപ്പിക്കുന്നത് അവിടെ ഒരു ആഭ്യന്തര കലാപത്തിന് പോലെയുള്ള സാധ്യത ഉണ്ടല്ലോ. അത് ആഭ്യന്തര കലാപം സത്യത്തിൽ അവിടെ ഉണ്ട്. അതാണ് ഈ ഇറാൻകാർ തന്നെ ഈ ഖമനേയി ഭരണകൂടത്തെ ഇസ്രയേലിന് ഒറ്റിക്കൊടുക്കുന്നത്. അങ്ങനെയല്ലേ അവിടെ വെച്ച് ഹാനിയെ കൊല്ലാൻ പറ്റിയത്. ഇറാൻകാരാണ് ഇതിനൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വർഷങ്ങളായിട്ട്. 1979 മുതൽ കുറേ ആളുകൾ പലായനം ചെയ്ത് പുറത്തേക്ക് പോയിട്ടുണ്ട്. പുറത്തും പ്രസ്ഥാനങ്ങളുണ്ട്. എല്ലാവർക്കും ഇറാനിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ഗതികേട് സഹിക്കുന്നു അവർ. അതാണിപ്പോൾ. അപ്പോൾ ഈ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഞാൻ ഇറാനിയൻ ജനതയോട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലൊരു പ്രസംഗം നടത്തി. അപ്പോൾ അതിനകത്ത് പറഞ്ഞത് നിങ്ങൾ ഇനി ഒരു കാരണവശാലും ഈ മത ഭീകരർക്ക് അഭയം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കലാപം ഉണ്ടാക്കിക്കോ എന്നുള്ളൊരു പരോക്ഷമായ ആഹ്വാനം കൂടെ അല്ലേ. ഇവരുടെ ഭാഷയിലുള്ള പരിഭാഷയും കൂടിയൊക്കെ ഉണ്ടായിന്. ആണ് ഇത് നെതന്യാഹു 1 മാസം മുമ്പും ഇറാൻ ജനതയുടെ ആക്രമണത്തിന് മുമ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം, നിങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിരുന്നു. നിങ്ങളും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയും ഈ ഭരണകൂടത്തിനെ തട്ടിത്തെറിപ്പിക്കണം എന്നാണല്ലോ പറയുന്നത്. അതിന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, ആ ഭരണത്തിനെ അട്ടിമറിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നെതന്യാഹു മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആഭ്യന്തര വിപ്ലവത്തിനുള്ള ആഹ്വാനമാണെന്നർത്ഥം. ഞങ്ങളും സഹായിക്കാം എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്തായാലും ഇവർ ക്ലിനിക്കുമായിട്ട് വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.